ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പവർ ക്യാപ്സ്യൂളിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അല്ല, ഇത് ആദ്യമായിട്ടാണ് ഈ ക്ലാസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കി ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ മിസ്സാക്കരുത്. 100% നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. ഓരോ ടോപ്പിക്സും മനസ്സിലാക്കി തന്നെ നമുക്ക് പഠിച്ചു പോകാൻ സാധിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പഠിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ 10th പ്രിലിംസ് വളരെ അടുത്തെത്തിയിരുന്നത് പലർക്കും അറിയാം, പലരും അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് വിചാരിക്കുന്നു. പലരും അറിഞ്ഞിട്ടില്ല എന്ന് മെസ്സേജ് കാണുമ്പോഴാണ് മനസ്സിലായത്. അതായത് നമ്മൾ 10th പ്രിലിംസിന് 40 days ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് പ്രിലിംസ് ഉണ്ടോ എന്നുള്ള കാര്യം പലരും ചോദിക്കുന്നത്. അപ്പൊ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇതിന് പ്രിലിംസ് ഉണ്ട്. അപ്പൊ പ്രിലിംസ് വളരെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ അതിന് 40 days ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 40 ദിവസം കൊണ്ട് ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാം. ഈ ബാച്ചിൽ നിങ്ങൾക്ക് തരുന്ന ടോപ്പിക്സിനോടൊപ്പം വേറൊരു സീരീസ് കൂടെ പോകുന്നുണ്ട്. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ, അതായത് 10th പ്രിലിംസ് LGS പരീക്ഷകൾക്കൊക്കെ PSC റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അങ്ങനത്തെ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതും ഈ ടോപ്പിക്സിന്റെ കൂടെ തന്നെ വേറൊരു സീരീസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഓരോ ദിവസം കൂടുമ്പോഴാണ് ക്ലാസ്സുകൾ ഓപ്പൺ ആവുക. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത ആളുകൾക്ക് അറിയാം. ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഓരോ ദിവസം, അതായത് Day 1 Day 2 അങ്ങനെ ഓരോ ദിവസത്തിലാണ് ക്ലാസ് പോകുന്നത്. ഒരു ദിവസം 2, 3 അല്ലെങ്കിൽ മാക്സിമം 4 ക്ലാസ്സുകൾ ഉണ്ടാവും. ഒരു 2-2.5 മണിക്കൂറാണ് ഒരു ദിവസം നിങ്ങൾ മാറ്റി വെക്കേണ്ടത്. ഏറ്റവും വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസിന്റെ ഒരു സീരീസ് കൂടെ അതിലുണ്ട്. അതായത് ഞാൻ പറഞ്ഞു 10th പ്രിലിംസിനും അതുപോലെ തന്നെ LGS പരീക്ഷകൾക്കൊക്കെ PSC റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. നമുക്കറിയാം, അങ്ങനത്തെ ഭാഗങ്ങളും അതുമായി ബന്ധപ്പെടുത്തി ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളും ഒക്കെ നമ്മൾ അവിടുന്ന് ഡിസ്കസ് ചെയ്തു പോകും. അപ്പൊ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ് അല്ല, റെക്കോർഡഡ് ക്ലാസ് ആണ് കേട്ടോ. ലൈവ് ക്ലാസ് അല്ല. ലൈവ് നമ്മൾ യൂട്യൂബിലായാലും ലൈവ് ഇടാറില്ല. ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫോം ചെയ്യും കേട്ടോ. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അധികം ഒന്നും പറയുന്നില്ല. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മുമ്പുള്ള ക്ലാസ്സുകളും കണ്ടു തീർക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഇന്ന് റിട്ടുകളാണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത്. റിട്ടുകൾ, ഒരു ടോപ്പിക്ക് റിട്ടുകളാണ്. റിട്ടുകളെ പറ്റി പ്രധാനമായും PSC ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ട എന്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഓരോന്നും നമുക്ക് വ്യക്തമായി തന്നെ പഠിച്ചു പോവാം. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒന്ന് റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡ് അവിടെ തന്നെ ഉണ്ട്. റിട്ടുകൾ, റിട്ട്, ബ്രിട്ടൻ, എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, റിട്ട്, ബ്രിട്ടൻ. ഓക്കെ, റിട്ട്, ബ്രിട്ടൻ. ഓക്കെ, റിട്ടുകൾ, അതിൽ ഇട്ടാ കണക്ട് ചെയ്യുക. റിട്ട്, ബ്രിട്ടൻ, ബ്രിട്ടനിലും ടാ ഉണ്ട്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുക. റിട്ട്, ബ്രിട്ടൻ, അങ്ങനെ കണക്ട് ചെയ്താൽ എവിടെ നിന്നാണ് കടം കൊണ്ടതെന്ന് കിട്ടും. ഓക്കെ, റിട്ടുകൾ. പിന്നെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം, അത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരും. എല്ലാ കോടതികൾക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അത് തെറ്റാണ്. ഓക്കെ, റിട്ടുകൾ എല്ലാ കോടതിക്കും അങ്ങനെ പുറപ്പെടുവിക്കാനൊന്നും പറ്റില്ല. എന്താണ്? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളത്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളത്. ഓക്കെ, സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദ്യം വരാറുണ്ട്. ആർട്ടിക്കിൾ 32. ഓക്കെ, ഇനി ഹൈക്കോടതിയുടെ ചോദ്യം വന്നാൽ ആർട്ടിക്കിൾ 226. ഈ 2 ആർട്ടിക്കിളുകളും പഠിച്ചു വെക്കണം. അപ്പൊ റിട്ടുകൾ എന്ന ആശയം നമുക്ക് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കണേ. ഓക്കെ, റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? റിട്ട്, ബ്രിട്ടൻ. കിട്ടി, റിട്ട്, ബ്രിട്ടൻ. സിമ്പിൾ ആണ്, റിട്ട്, ബ്രിട്ടൻ. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 32 എന്താണ്? സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32. ഓക്കെ, ഇനി 226 എന്താണ്? അത് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 226. ഹൈക്കോടതി 226, സുപ്രീം കോടതി 32. ഹൈക്കോടതി 226, സുപ്രീം കോടതി 32. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 226. ഓക്കെ,
മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇമ്പോർട്ടന്റ് ആണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും, കീഴ്ക്കോടതികൾക്ക് അതൊന്നും നടക്കില്ല. അതായത് ജില്ലാ കോടതികളോ മജിസ്ട്രേറ്റ് കോടതികളോ മുനിസിപ്പൽ കോടതി ഇതിനൊന്നും എന്താണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഇല്ല. ഓക്കെ, റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. സുപ്രീം കോടതിനും ഹൈക്കോടതിനും മാത്രമാണ് എന്ത് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളത്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടൻ റിട്ട്. ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഏകപൗരത്വം ബ്രിട്ടനിൽ നിന്നാണ്. നിയമവാഴ്ച ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഏകപൗരത്വം, റിട്ട്, നിയമവാഴ്ച ഇതൊക്കെ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അതിൽ റിട്ട് സിമ്പിൾ ആണ്. റിട്ട് ബ്രിട്ടൻ. ഓക്കെ, സെറ്റ്. റിട്ട് ബ്രിട്ടൻ. പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, മനസ്സിലാക്കി വെക്കുക. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. ഓക്കെ, അപ്പൊ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രം. എന്തിനാണ് റിട്ടുകൾ? മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന്, മൗലികാവകാശ ലംഘനങ്ങളുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്നതാണ് റിട്ടുകൾ. ക്ലിയർ അല്ലേ? നോക്കാം. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32. ഹൈക്കോടതി ആണെങ്കിലോ ആർട്ടിക്കിൾ 226. തുടക്കത്തിലെ പഠിച്ചു. സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 32. ഓക്കെ, ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ അവകാശങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32. ഓക്കെ, ഹൈക്കോടതി ആണെങ്കിലോ ആർട്ടിക്കിൾ 226. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം 5. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5 ഓക്കെ, 5. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട, സുപ്രീം കോടതിയും റിട്ടുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. നമ്മുടെ അംബേദ്കർ ഹൃദയം എന്നൊക്കെ വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ഇതിനെയാണ്. ഹൃദയവും ആത്മാവും എന്നൊക്കെ വിശേഷിപ്പിച്ച ആ ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 32 അല്ലെ. ഭരണഘടനാപരമായ അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നതാണ്. ഓക്കെ, സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി അതല്ല, എന്താണ് റിട്ട് എന്ന് മനസ്സിലാക്കി. ലംഘനം വരുമ്പോൾ അവയുടെ സംരക്ഷണം, അതായത് ഭരണഘടനാപരമായ സംരക്ഷണം എന്ന് ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, ഭരണഘടനാപരമായ സംരക്ഷണങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 32 എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് ലംഘിക്കപ്പെട്ട, നമ്മുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അതിനെതിരെ പുറപ്പെടുവിക്കുന്നതാണ് എന്ത്? അതിനെതിരെ പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പുറപ്പെടുവിക്കുന്നതാണ് റിട്ടുകൾ. അപ്പൊ എന്താണ് റിട്ട് എന്ന് മനസ്സിലാക്കിയ എന്തുകൊണ്ട് അതിനെ അംബേദ്കർ ഇങ്ങനെ വിശേഷിപ്പിച്ചു എന്നും നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന റിട്ടുകൾ എണ്ണം എത്രയാണ്? 5. ക്ലിയർ അല്ലേ? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ് അല്ലെ. കേട്ടിട്ടുണ്ടാവുമല്ലോ, ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നൊക്കെ അർത്ഥം വരുന്നത് അല്ലെ. ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക, ഇത് ചോദ്യം വരാറുണ്ട് കേട്ടോ. ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണെന്ന് ചോദ്യം വരാറുണ്ട്. ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ശരീരം ഹാജരാക്കുക, അതായത് ഒരു വ്യക്തിയെ കാണാനല്ല, അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി. ഒരു വ്യക്തിയെ കാണാനല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കസ്റ്റഡിയിൽ എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് പോലീസ് എവിടെയെങ്കിലും ഒരു ഉള്ള ഏരിയയിൽ കൊണ്ടുപോയിട്ട് ആളെ ഒളിപ്പിച്ചു വെക്കും. അപ്പൊ ഇങ്ങനത്തെ ആളുകൾക്കെതിരെ ഹേബിയസ് കോർപ്പസ്, ഇങ്ങനത്തെ സംഭവങ്ങൾക്കെതിരെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ആളെ കോടതിയിൽ ഹാജരാക്കണം. ഓക്കെ, ശരീരം ഹാജരാക്കണം, ആള് ഹാജരാവണം. ഓക്കെ, അതാണ് നിയമം. ഹേബിയസ് കോർപ്പസ്, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് ആദ്യമായി പരാമർശിക്കുന്നത് 1215 മാഗ്ന കാർട്ടയിൽ. ഹേബിയസ് കോർപ്പസ് ആദ്യമായി പരാമർശിക്കുന്നത് 1215 മാഗ്ന കാർട്ട അല്ലെ. മാഗ്ന കാർട്ട നമുക്കൊക്കെ അറിയാം. 1215 മാഗ്ന കാർട്ടയിലാണ്
ഹേബിയസ് കോർപ്പസിനെ കുറിച്ച് ആദ്യമായി പ്രതിപാദിക്കുന്നത്. ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട കർത്തവ്യം നിർവഹിക്കാതിരിക്കുകയാണെങ്കിലോ അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് മറ്റൊരു വ്യക്തിയുടെ മൗലികാവകാശത്തെ പ്രതികൂലമായി ബാധിക്കുകയാണെങ്കിലോ പുറപ്പെടുവിക്കുന്നതാണ് മാൻഡമസ്. മാൻഡമസ് എന്താണ്? മാൻഡമസ്. മാൻഡമസ് ഒരു വട്ടം കൂടെ. ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട കർത്തവ്യം നിർവഹിക്കാതിരിക്കുകയാണെങ്കിലോ അങ്ങനെ ചെയ്യാതിരിക്കുന്ന പക്ഷം അതായത് നിർവഹിക്കാതിരിക്കുന്ന പക്ഷം മറ്റൊരു വ്യക്തിയുടെ മൗലികാവകാശത്തെ പ്രതികൂലമായി ബാധിക്കുകയാണെങ്കിലോ പുറപ്പെടുവിക്കുന്നതാണ് മാൻഡമസ്. എന്തധികാരത്തിൽ നിന്നൊക്കെ അർത്ഥം വരുന്നതാണ്. ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക. ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതോ സുപ്രീം കോടതിയാണ്. മനസ്സിലായോ? ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. അപ്പൊ ആർട്ടിക്കിൾ 32 ആലോചിച്ചാൽ മതി അല്ലെ? സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഓക്കെ, അപ്പൊ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി, മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ, മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 3. ഓക്കെ, ഇതൊക്കെ ഓർത്തു വെക്കാട്ടോ. ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട മനസ്സിലായല്ലോ എന്താണ് മാൻഡമസ്? അതായത് ഒരാൾക്ക് ഒരു പദവി ഉണ്ടാവും, ആ പദവിയിൽ അദ്ദേഹം നിർവഹിക്കേണ്ട കാര്യം നിർവഹിക്കാതെ ഇരിക്കുകയാണ്. പക്ഷെ അത് ഇങ്ങനെ ഇദ്ദേഹം നിർവഹിക്കാതെ ഇരിക്കുന്ന പക്ഷം, അതായത് ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാര്യം അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു, അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം അത് ചെയ്യാത്ത പക്ഷം നമ്മുടെ മൗലിക അവകാശങ്ങളെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? അതാണ് മാൻഡമസ്. ഓക്കെ, ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പുറപ്പെടുവിക്കുന്നതാണ് മാൻഡമസ്. ഓക്കെ, മൗലിക അവകാശത്തെ അനുകൂലമായിട്ടില്ല, പ്രതികൂലമായി മൗലികാവകാശങ്ങളെ എതിർക്കുന്ന തരത്തിൽ. ഓക്കെ, നമ്മുടെ മൗലികാവകാശത്തെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ വാക്കുകൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അതായത് പ്രതികൂലമായി, അനുകൂലമായി. ശ്രദ്ധിക്കുക, അനുകൂലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗലികാവകാശം ഓക്കെയാണ്, പ്രതികൂലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗലികാവകാശം അവിടെ ഹനിക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ പ്രതികൂലമായി ബാധിക്കുകയാണെങ്കിലോ പുറപ്പെടുവിക്കുന്നതാണ് മാൻഡമസ്. എന്തധികാരത്തിൽ? മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥം നാം കൽപ്പിക്കുന്നു. ഒരു ചെറിയ തിരുത്തണം, നമ്മൾ നേരത്തെ പറഞ്ഞത് മാൻഡമസ് എന്നാൽ എന്തധികാരത്തിൽ മാൻഡമസ് അല്ല, കോ വാറന്റോ ആണ് കേട്ടോ. ഓക്കെ, ഇനി അഥവാ കൺഫ്യൂഷൻ വരികയാണ്, ഞാൻ പറഞ്ഞതുകൊണ്ട് അഥവാ കൺഫ്യൂഷൻ വരികയാണ്, ഇങ്ങനെ ആലോചിച്ചാൽ മതി. വാറന്റ്, കോ വാറന്റോ എന്നാണ്. കോ വാറന്റോ ആയി തന്നെ ഉണ്ട്. വാറന്റ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. എന്ത് അധികാരത്തിലാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലെ? എന്ത് അധികാരത്തിലാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത്? വാറന്റ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, കോ വാറന്റോ. ഓക്കെ, എന്ത് അധികാരത്തിൽ നിന്ന് വരുന്നത്? കോ വാറന്റോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ എന്ത് അധികാരത്തിൽ നിന്നാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് അധികാരത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞതെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. എന്ത് അധികാരത്തിൽ നിന്നല്ല, നാം കൽപ്പിക്കുന്നു എന്നാണ്. ഓക്കെ, നാം കൽപ്പിക്കുന്നു. ആലോചിച്ചാൽ മതി. അതായത് ഞാനൊരു കാര്യം ഉദ്യോഗസ്ഥനോട് ഞാൻ കൽപ്പിക്കണം, ഒരു കാര്യം ചെയ്യണം. അതായത് നമ്മുടെ മൗലിക അവകാശമാണ്, അദ്ദേഹം അത് ചെയ്ത് തരണം. ഓക്കെ, നമ്മുടെ മൗലിക അവകാശമാണ്, നമ്മുടെ മൗലിക അവകാശത്തെ പ്രതികൂലിക്കരുത്. ഓക്കെ, അതിനാണ് അദ്ദേഹം അത് ചെയ്തു തരണം. അപ്പൊ നാം കൽപ്പിക്കുന്നു, നിങ്ങൾ അത് ചെയ്യേണ്ടതാണ്. നാം കൽപ്പിക്കുന്നു, നമ്മുടെ സ്വാതന്ത്ര്യമാണ്, അദ്ദേഹം അത് ചെയ്യണം. ഓക്കെ, നമ്മുടെ അവകാശമാണ്, അദ്ദേഹം അത് ചെയ്യണം. അപ്പൊ നാം കൽപ്പിക്കുന്നു. മാൻഡമസ്, നാം കൽപ്പിക്കുന്നു. മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥമാണ് നാം കൽപ്പിക്കുന്നു. കൺഫ്യൂഷൻ വരരുത്. ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോ വാറന്റോ എന്നതാണ് എന്തധികാരത്തിൽ. ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ ഒരു ഓർമ്മ. എന്തധികാരത്തിൽ എന്നുള്ളത് കോ വാറന്റ് ഉണ്ടോ? ഓക്കെ, എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണെങ്കിൽ എന്തധികാരത്തിലാണ്? നിങ്ങൾക്ക് വാറന്റ് ഉണ്ടോ? സിനിമയിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ? വാറന്റ് ഉണ്ടോ എന്ന് ചോദിക്കും. വാറന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്? നിങ്ങൾ എന്ത് അധികാരത്തിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് അത്. ഓക്കെ, വാറന്റ് ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോ കോ വാറന്റോ കണക്ട് ചെയ്യാം. ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന വാക്കിനർത്ഥം എന്താണ്? തടയുക അല്ലെ? തടയുക എന്നതാണ് പ്രൊഹിബിഷൻ എന്ന വാക്കിനർത്ഥം. പ്രോഹിബിറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും അല്ലെ? പ്രൊഹിബിഷൻ, തടയുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴി അടിസ്ഥാനമാക്കി വരുന്നതാണ് പ്രൊഹിബിഷൻ. എന്താണ്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴി അടിസ്ഥാനമാക്കി വരുന്നതാണ് പ്രൊഹിബിഷൻ. ഏതാണ്? പ്രൊഹിബിഷൻ എന്ന വാക്കിനർത്ഥം തടയുക എന്നാണ്. പ്രൊഹിബിഷൻ എന്ന വാക്കിനർത്ഥം. ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? പ്രൊഹിബിഷൻ. ഇനി മാൻഡമസ് അർത്ഥം മനസ്സിലാക്കണേ. മാൻഡമസ്, നാം കൽപ്പിക്കുന്നു. അപ്പൊ എന്തധികാരത്തിൽ നിന്ന് വരുന്നത്? എന്തധികാരത്തിലാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? വാറന്റ് ഉണ്ടോ? അപ്പൊ കോ വാറന്റോ? ക്ലിയർ.
ഒരു കേസ് കീഴ്ക്കോടതി, ഇതിങ്ങനെയാണ് ചോദ്യം വരാറ് കേട്ടോ. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. ഓക്കെ, സെർഷ്യോററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട്, ഇതിങ്ങനെ തന്നെ ചോദ്യം വരും. ഏതാണ്? സെർഷ്യോററി. സെർഷ്യോററി എന്ന വാക്കിനർത്ഥം സാക്ഷ്യപ്പെടുത്തുക എന്നാണ്. ഓക്കെ, സാക്ഷ്യപ്പെടുത്തുക എന്നതാണ് സെർഷ്യോററി എന്ന വാക്കിനർത്ഥം. ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യത ഇല്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോ വാറന്റോ. എന്തധികാരത്തിൽ. ഓക്കെ, എന്തധികാരത്തിലാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വാറന്റ് എന്ന വാക്കിനെ കണക്ട് ചെയ്യാനാണ് സിനിമ ഡയലോഗ് ആലോചിക്കാൻ പറഞ്ഞത്. നിങ്ങൾ എന്തധികാരത്തിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? വാറന്റ് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? കോ വാറന്റോ. എന്താണ് അർത്ഥം? എന്തധികാരത്തിൽ. മാൻഡമസ്, നാം കൽപ്പിക്കുന്നു. പ്രൊഹിബിഷൻ. ഓക്കെ, സോറി, പ്രൊഹിബിഷൻ എന്താണ്? തടയുക എന്നർത്ഥം വരുന്നതാണ്. ഓക്കെ, പ്രൊഹിബിഷൻ ആണ് തടയുക. ഇനി സെർഷ്യോറർ ആണെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക എന്നർത്ഥം വരുന്നതാണ് സെർഷ്യോററി. റിട്ടുകൾ പഠിക്കുമ്പോൾ ഓരോന്നിന്റെ മീനിങ് എന്തായാലും അറിഞ്ഞു വെക്കാം കേട്ടോ. മീനിങ് ചോദ്യം വരാറുണ്ട്. സെർഷ്യോററി എന്താണ്? സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നൊക്കെ അർത്ഥം വരുന്നത്. ഓക്കെ, കോ വാറന്റോ എന്ന വാക്കിനർത്ഥം എന്തധികാരം അല്ലെ. എന്തധികാരം അല്ലെങ്കിൽ എന്തധികാരത്തിൽ നിന്നൊക്കെ വരും. ഓക്കെ, കോ വാറന്റോ, എന്ത് അധികാരം. ശ്രീ പത്മനാഭ, ഇത് ചോദ്യം വരാറുണ്ട് കേട്ടോ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് കോ വാറന്റോ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ഏതാണ്? കോ വാറന്റോ. എന്തധികാരം, എന്ത് അധികാരം. അപ്പൊ കിട്ടിയല്ലോ. ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക. ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക. മാൻഡമസ്, നാം കൽപ്പിക്കുന്നു. സെർഷ്യോററി എന്താണ്? സാക്ഷ്യപ്പെടുത്തുക. പ്രൊഹിബിഷൻ, തടയുക. പിന്നെ കോ വാറന്റോ, എന്തധികാരം അല്ലെ. എന്ത് അധികാരം. അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ റിട്ടുകൾ ക്ലിയർ അല്ലേ? ഓക്കെ, റിട്ടുകൾ എന്തായി? റിട്ടുകൾ പഠിച്ചു അല്ലെ. റിട്ടുകൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോ. റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നാണ്? റിട്ട് പഠിച്ചു, ബ്രിട്ടൻ. ഓക്കെ, റിട്ട് എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇനി പറ, സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 കിട്ടി. ഹൈക്കോടതി കിട്ടി. 226 അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചു. ഇനിയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 5 റിട്ടുകൾ? ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളിൽ പെടാത്തത് ഏതെന്ന് ചോദ്യം വന്ന ആൻസർ ചെയ്യുവേ. 1, ഹേബിയസ് കോർപ്പസ്. എന്താണ് അർത്ഥം? ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക. ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക. മാൻഡമസ്, എന്താണ്? മാൻഡമസ്, നാം കൽപ്പിക്കുന്നു അല്ലെ. മാൻഡമസ് എന്താണ്? നാം കൽപ്പിക്കുന്നു. സെർഷ്യോററി എന്താണ്? സാക്ഷ്യപ്പെടുത്തുക. അവിടെ തന്നെ സാക്ഷി അവിടെ കിട്ടും. സെർഷ്യോററി സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്ന അർത്ഥം വരുന്നതാണ് സെർഷ്യോററി. പിന്നെ പ്രൊഹിബിഷൻ എന്താണ്? തടയുക. പ്രൊഹിബിഷൻ നമുക്ക് ആ വാക്കിൽ തന്നെ കിട്ടും. തടയുക എന്നാണ് അർത്ഥം. പ്രൊഹിബിഷൻ. അത് കഴിഞ്ഞാൽ കോ വാറന്റോ, എന്തധികാരം. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ്? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെ. ആ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ഏത് റിട്ടാണെന്ന് ചോദ്യം വന്ന ഏതാണ്? കോ വാറന്റോ, എന്ത് അധികാരം. ക്ലിയർ അല്ലേ? അപ്പൊ റിട്ടുകൾ പഠിച്ചല്ലോ. അടുത്ത നമുക്ക് ഹൃദയം പഠിക്കാം. അയ്യോ, രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയം. അറിയും, രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ, ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഉത്തേജിപ്പിക്കാൻ. ഉത്തോലകം കയറി വരുന്നതാണ് കേട്ടോ, സോറി. ഉത്തേജിപ്പിക്കാൻ, ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ. എന്തിന്റെ കേന്ദ്രമാണ്? രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ഹൃദയത്തെ
ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. അഡ്രിനാലിൻ ആണ് കേട്ടോ. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. എന്നാണ് ലോക ഹൃദയ ദിനം? സെപ്റ്റംബർ 29. എന്നാണ് ലോക ഹൃദയ ദിനം? സെപ്റ്റംബർ 29. ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി. അർബുദം ബാധിക്കാത്ത ശരീരഭാഗം അല്ലെ? അർബുദം, ഹൃദയ ക്യാൻസർ ആണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? ഹൃദയ ക്യാൻസർ നമ്മൾ പറഞ്ഞു കേട്ടില്ല. അപ്പൊ അർബുദം ബാധിക്കാത്ത അല്ലെങ്കിൽ ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം. ഓക്കെ, ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം. മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീരാവയവം, മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീര അവയവം ഏതാണ്? ഹൃദയം. ഓക്കെ ആണല്ലോ, ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പോ ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. അഡ്രിനാലിൻ ഏതാണ്? അഡ്രിനാലിൻ. ഹൃദയ ദിനം സെപ്റ്റംബർ 29. ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി. കാർഡിയോളജിയാണ് ഹൃദയത്തെ കുറിച്ചുള്ള പഠനം. അതും പഠിച്ചു വെക്കുക. അർബുദം ബാധിക്കാത്ത ശരീരഭാഗമാണ് അല്ലെ? ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഏതെന്ന് ചോദ്യം വന്ന കൺഫ്യൂഷൻ വരരുത്. അത് ഹൃദയമാണ്. ഹൃദയം. മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീരാവയവം ഏതാണ്? ഹൃദയം. ക്ലിയർ അല്ലേ? നോക്കാം. ഹൃദയത്തെ കുറിച്ചുള്ള പഠനം നമ്മൾ പഠിച്ചു അല്ലെ? കാർഡിയോളജി. പഠനങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയാറുണ്ട്. കാർഡിയോളജി ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പഠനം എന്റെ അറിവിൽ PSC ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരുവിധ ഈ പഠനമാവും, ഓളജി. ഓക്കെ, ഓളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഈ സാധനം മുട്ട. മുട്ടയെ കുറിച്ചുള്ള പഠനമാണ് ഓളജി. പിന്നെയും സിമ്പിൾ ആയിട്ടുള്ളതുണ്ട്, ഒഡന്റോളജി. ഡെന്റോളജി പല്ല്. ഓക്കെ, പല്ലിനെ കുറിച്ചുള്ള പഠനമാണ് ഒഡന്റോളജി. കാർഡിയോളജി ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ്. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട് പെഡോളജി പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോഡിലൂടെ നമ്മൾ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷോർട്സ് ഒന്ന് പോയി ചെക്ക് ചെയ്യാം. നമ്മുടെ ഓരോ ഷോർട്സും കണ്ടാൽ നിങ്ങൾക്ക് ഓരോ ഷോർട്സും യൂസ്ഫുൾ ആവും. ഓരോന്നും എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാൻ അതിൽ ചിലപ്പോൾ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടാവും, എങ്ങനെയെങ്കിലും അത് കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഷോർട്സ് ഒക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. ഫോട്ടോസ് കണ്ടിട്ടൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ്? മണ്ണിൽ കളിച്ച നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും നമുക്കറിയാം അല്ലെ? അപ്പൊ പെഡോളജി. മണ്ണിൽ കളിച്ചാൽ പെട കിട്ടും, പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ നമുക്കറിയാം. മണ്ണ് ജനിക്കുകയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെഡോജെനിസിസ്. മണ്ണ് ജനിക്കുകയാണ്, അതും അവിടെ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന, സോറി അതിന്റെ മേലുണ്ട്, മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം 250 മുതൽ 300 ഗ്രാം വരെ. ഓക്കെ, 250 to 300 ഗ്രാം ആണ്. 250 to 300 ഗ്രാം ആണ്. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. പെരികാർഡിയം. പെരികാർഡിയം റിപ്പീറ്റിംഗ് ആണ്. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരികാർഡിയം. പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് എന്ത്? പെരികാർഡിയം. എന്താണ്? പെരികാർഡിയം. പെരികാർഡിയം. പെരികാർഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം ഏതാണ്? പെരികാർഡിയൽ ദ്രവം. ഇതും ചോദ്യം വരാറുണ്ട് കേട്ടോ. പെരികാർഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം ചോദ്യം വരില്ല, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേറെ തരാറുണ്ട്. പെരികാർഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം പെരികാർഡിയം. ഓക്കെ, ശ്വാസകോശത്തെ, അതാണ് പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ളതാണ് പ്ലൂറ. അതും ചോദ്യം വരാറുണ്ട് കേട്ടോ. പ്ലൂറ ശ്വാസകോശവുമായിട്ട് കണക്റ്റഡ് ആണ്. പ്ലൂറ ശ്വാസകോശം. ഇത് പെരികാർഡിയം ഹൃദയം. അപ്പൊ ബ്രെയിന് ഏതാണ്? തലച്ചോറ് അല്ലെ? തലച്ചോറുമായിട്ട് കണക്റ്റഡ് ഏതാണ്? നമ്മൾ 3 സ്ഥലമുള്ള വാളി അല്ലെ? 3 സ്ഥലമുള്ളത് മെനിഞ്ചസ്. ഓക്കെ, മെനിഞ്ചസ്. ക്ലിയർ അല്ലേ? മെനിഞ്ചസ്. ഓക്കെ, മെനിഞ്ചസ് ആണ് കേട്ടോ, തലച്ചോറുമായി കണക്റ്റഡ് ആയിട്ടുള്ള. അപ്പൊ 3ഉം പഠിച്ചു വെക്കുക. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം
പെരികാർഡിയം. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് പ്ലൂറ. തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് മെനിഞ്ചസ്. അപ്പൊ ഈ 3 കിട്ടിയോ? ഇനി കൺഫ്യൂഷൻ വരില്ലല്ലോ. ഓക്കെ, അപ്പൊ പെരികാർഡിയം ഹൃദയമാണ്. പെരികാർഡിയം, കാർഡിയോളജി ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ പെരികാർഡിയം ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു. പ്ലൂറ എന്താണ്? ശ്വാസകോശത്തെ. മെനിഞ്ചസ് എന്താണ്? തലച്ചോറിനെ. ക്ലിയർ ആണല്ലോ. അപ്പൊ പെരികാർഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം കിട്ടും പെരികാർഡിയൽ ദ്രവം. ഇത് ഒരുപക്ഷെ 1 വേർഡ് ആയിട്ട് എന്തായാലും ചോദ്യം വരാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലോ. പെരികാർഡിയത്തെ പെരികാർഡിയൽ ദ്രവം എന്നല്ല അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 വേർഡ് പ്രതീക്ഷിക്കണ്ട. പക്ഷെ അവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും പെരികാർഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം വേറെ ഏതെങ്കിലും ഒന്ന് തരും. അപ്പൊ ശ്രദ്ധിക്കുക, പെരികാർഡിയത്തിലാണെങ്കിൽ അത് വെച്ച് തന്നെ തുടങ്ങുന്ന ഒരു ദ്രവമാണെന്ന് ആലോചിക്കുക. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗമാണ് വലത് ഏട്രിയം. അല്ലെ, വലത് ഏട്രിയം ആണ് കേട്ടോ. വലത് ഏട്രിയം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗമാണ് വലത് ഏട്രിയം. ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശം സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗം ഇടത്. അപ്പൊ ഓക്സിജൻ ഇടത്, കാർബൺ ഡൈ ഓക്സൈഡ് വലത്. ഓക്സിജൻ ഇടത്, കാർബൺ ഡൈ ഓക്സൈഡ് വലത്. ഓക്സിജൻ അടങ്ങിയ രക്തമാണ് ശുദ്ധരക്തം. അല്ലെ, ശുദ്ധരക്തം. ഓക്സിജൻ അടങ്ങിയ രക്തമാണ് ശുദ്ധരക്തം. ആ ഓക്സിജൻ അടങ്ങിയ രക്തം ഇടത് ഏട്രിയത്തിലാണ് എത്തുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തമാണെങ്കിൽ അത് വലത് ഏട്രിയത്തിലാണ് എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, പഠിച്ച കാര്യങ്ങൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ക്ലിയർ അല്ലേ? റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് ഭാഗങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തി പഠിക്കാൻ പറ്റുന്നത് പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പഠനങ്ങൾ പഠിച്ചു. പഠനങ്ങൾ ചോദ്യം വരാറുണ്ട്. കാർഡിയോളജി ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണെന്ന് നമ്മൾ പഠിച്ചു. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒന്നാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം നമ്മൾ പഠിച്ചു. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ നമ്മൾ പഠിച്ചു. അല്ലെ, എങ്ങനെ പെട കിട്ടുന്ന ആലോചിച്ചാൽ രണ്ടും കണക്ട് ആവും. പെഡോളജിയാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം. രൂപം കൊള്ളുക എന്ന് പറയുന്നത് ജനിക്കാണ്. അപ്പൊ പെഡോജെനിസിസ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. പിന്നെ മണ്ണ് വർഷം, മണ്ണ് ദിനം ചോദ്യം വരും. മണ്ണ് വർഷം എപ്പോഴാണ്? 2015 കേട്ടോ. 2015 മണ്ണ് വർഷം. പിന്നെ ഡിസംബർ 5 മണ്ണ് ദിനം. 2016 പയറ് വർഷം. 2016 പയറ് വർഷമാണ്. 2023 റിപ്പീറ്റിംഗ് ആണ്. ഇപ്പൊ മേ ബി റിപ്പീറ്റിംഗ് കൂടുതലുള്ള സാധനമായിരിക്കും. 2023 മില്ലറ്റ് വർഷം അല്ലെങ്കിൽ ചെറുധാന്യ വർഷം. മില്ലറ്റ് വർഷമാണ് 2023. 2023 എന്തായാലും പഠിച്ചു വെക്കുക. 2023 മില്ലറ്റ് വർഷം. അപ്പൊ മണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ മണ്ണിനെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കറുത്ത മണ്ണ്, അല്ലെ, ബ്ലാക്ക് സോയിൽ, റിഗർ, ചെർണോസം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ. ഓക്കെ, പരുത്തി കൃഷിക്ക് അതാണ് ചോദ്യം വരും. ഇനി ഓരോന്നിന്റെ കൃഷി മാത്രം ഒന്ന് പറഞ്ഞുതരാം. പരുത്തി അനുയോജ്യമായത് പരുത്തി കരിമ്പ് 2 ചോദ്യം വന്നാലും ബ്ലാക്ക് സോയിൽ ആണ് കേട്ടോ. പരുത്തി കരിമ്പ് രണ്ടിനും ഏതാണ്? ബ്ലാക്ക് സോയിൽ ആണ്. പരുത്തി, കരിമ്പ് എന്നീ കൃഷികൾക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണ്. പരുത്തി എന്താണ് അറിയപ്പെടുന്നതെന്ന് അറിയാലോ? യൂണിവേഴ്സൽ ഫൈബർ. ഓക്കെ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? പരുത്തിയാണ്. അപ്പൊ ഗോൾഡൻ ഫൈബർ ആരാണ്? ഗോൾഡൻ ഫൈബർ ആണ് ചണം. ഓക്കെ, പിന്നെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ചോദ്യം വരും. അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. അല്ലൂവിയൽ സോയിൽ നെൽകൃഷിക്ക്. അല്ലൂവിയൽ, നെല്ലു സിമ്പിൾ ആണ്. നെല്ലു ഓക്കെ, നെല്ല് എന്ന് പഠിച്ചാൽ കേട്ടോ. നെല്ലു ഓക്കെ, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് എന്താണ്? അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് അല്ലൂവിയൽ സോയിൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏതാണ്? അത് ചെങ്കൽ മണ്ണാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ. ഓക്കെ, അപ്പൊ പരുത്തി കൃഷിക്ക് ഏതാണ് കിട്ടിയത്? അതാണ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ. അത് കറുത്ത മണ്ണാണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അത് ചോദ്യം വരാറുണ്ട്. അത് പീറ്റ് മണ്ണാണ് കേട്ടോ. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് പീറ്റ് മണ്ണ്. അങ്ങനെ ഓരോന്നും മനസ്സിലാക്കി പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഓരോന്നും കിട്ടുന്നുണ്ടാവുന്ന വിശ്വസിക്കുന്നു. ഇതൊക്കെ റിവിഷൻ ആയിട്ട് കണക്കൂട്ടണം. ഓരോ ടോപ്പിക്സും നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇടയിൽ ഓരോന്ന് പറഞ്ഞിരുന്നതൊക്കെ നിങ്ങൾക്കുള്ള റിവിഷനാണ്. അങ്ങനെ ഞാൻ ഏതെങ്കിലുമൊക്കെ റിവിഷൻ ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ പോയിന്റ് നിങ്ങൾക്ക് കിട്ടാത്തതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഒരിക്കൽ കൂടെ ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല റാങ്കോട് കൂടെ പാസ്സാവുക, നല്ല റാങ്ക് വാങ്ങുക, നല്ല ഒരു ജോലി വാങ്ങാൻ സാധിക്കട്ടെ, നല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ സാധിക്കും.
ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ആവാൻ സാധിക്കട്ടെ. കുടുംബത്തിന്റെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ, അതായത് നമ്മുടെ മാതാപിതാക്കളെ ആയാലും ഭർത്താവിനെ ആയാലും അല്ലെങ്കിൽ ഭാര്യ ആയാലും കുടുംബത്തിൽ ആരെയായാലും നിങ്ങൾ സന്തോഷിപ്പിക്കാൻ ആരെയാണോ ആഗ്രഹിക്കുന്നത് അവരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ജീവിതം നന്നായി തന്നെ വരട്ടെ. അതായത് ഇനിയുള്ള ലൈഫിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയോ അവസ്ഥകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അവസ്ഥകളിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾ മാറ്റം വന്ന് നല്ല ഹാപ്പി ആയി ജീവിക്കാൻ നിങ്ങൾക്ക് കൊണ്ട് സാധിക്കട്ടെ. അപ്പൊ ആ ഹാപ്പി ആയിട്ടുള്ള ആ ജീവിതത്തിനെ പറ്റി എപ്പോഴും ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ കിട്ടുന്ന ആ മൊമെന്റിനെ പറ്റി, ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊണ്ടുപോയി കൊടുക്കുന്നത്, നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി ഇത് അവതരിപ്പിക്കുന്നത്, ഈ സീനൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇത്രേ ഉള്ളൂ നമ്മൾ പഠിക്കാൻ വേണ്ട ഒരു എനർജി, നമ്മൾ പഠിക്കാൻ കിട്ടേണ്ട ആ ഒരു ഫ്യൂവൽ, ഇത് മാത്രം ആലോചിച്ചാൽ നമുക്ക് കിട്ടാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പഠിക്കാൻ പറ്റുന്നില്ല, മടിയാണെന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. ഈ മടി വരുമ്പോഴൊക്കെ എന്തിന് ഞാൻ ഇതിലേക്ക് വന്നു, എന്തധികാരത്തിൽ നിന്നുള്ള ഏതാണ് കോ വാറന്റോ. ഓക്കെ, എന്തധികാരം കോ വാറന്റോ. ഓക്കെ, വെറുതെ കണക്ട് ചെയ്താണേ. അപ്പൊ എന്തിനാണ് ഞാൻ ഇതിലേക്ക് വന്നത് എന്നുള്ളത് എപ്പോഴും ആലോചിച്ച് നോക്കുക. ഓക്കെ, എന്തിന് ഞാൻ ഇതിലേക്ക് ഇറങ്ങി എന്നാലോചിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ഫ്യൂവൽ കിട്ടും. അതായത് ഈ മടി മാറ്റാനും അല്ലെങ്കിൽ പഠിക്കാൻ സമയം കണ്ടെത്താനും എല്ലാത്തിനുള്ള ഫ്യൂവലാണ് നിങ്ങൾ എന്തിനിത് തുടങ്ങി എന്ന് ആലോചിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നിങ്ങൾ ആലോചിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതായത് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ കിട്ടുന്ന, അല്ലെങ്കിൽ ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ അവരുടെ കണ്ണിൽ കാണുന്ന ആ സന്തോഷം, അല്ലെങ്കിൽ അവരുടെ കണ്ണുനീര്, ഓക്കെ, സന്തോഷ കണ്ണുനീര്, ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിൽ കാണുക. എപ്പോഴാണോ മടി ഫീൽ ചെയ്യുന്നത്, എപ്പോഴാണോ പഠിക്കാൻ തോന്നാത്തത്, അപ്പൊ ഇത് മനസ്സ് കാണുക. അപ്പൊ ഈ ഫ്യൂവലൊക്കെ വന്നോളും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള എനർജിയൊക്കെ അങ്ങോട്ട് താനെ വരും. നിങ്ങൾ പഠിക്കാനുള്ള സമയമൊക്കെ കണ്ടെത്തും. അപ്പൊ നന്നായി പഠിക്കുക, നന്നായി തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക, നല്ല റാങ്കോട് കൂടെ പാസ്സാവുക, എന്തായാലും ജോലി വാങ്ങുക. ഓക്കെ, ജോലി വാങ്ങി ലൈഫൊക്കെ സെറ്റ് ആവട്ടെ. ഓക്കെ, എന്തായാലും ഒരിക്കൽ കൂടെ ഓൾ ദ ബെസ്റ്റ്. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വൺസ് അഗൈൻ, ഓൾ ദ ബെസ്റ്റ്.